ആസുരതാളം തിമിർക്കുന്നു ഹൃദയത്തിൽ, ആരോ നിശബ്ദമൊരു നോവായി നിറയുന്നു. നെഞ്ചിലാഴ്ന്നമരുന്നു മുനയുള്ള മൗനങ്ങൾ, ആർദ്രമൊരു വാക്കിൻ്റെ വേർപാടു നുരയുന്നു. പ്രിയതരം വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി, ഒടുവിലെത്തുന്നതും നോറ്റുപാഴ് സ്മൃതികളിൽ. കാത്തിരിപ്പൊറ്റയ്ക്കു കാതോർത്തിരിക്കുന്നു, കാത്തിരിപ്പൊറ്റയ്ക്കു കൺപാർത്തിരിക്കുന്നു. പുസ്തകങ്ങളെ പഴയ സൈക്കിളെ ഇരുമ്പ് തുരുമ്പ് കൊടുക്കണ്ട. കുപ്പി പാട്ട പഴയ നോട്ട് പുസ്തകങ്ങളെ ഇരുമ്പ് തുരുമ്പ് കൊടുക്കാറുണ്ടോ? കേട്ടോ കണ്ടോ കേട്ടാ? വായോ വായോ, ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. പോയിട്ട് വരാതാ, വരണ്ട മറക്കല്ലട്ട. അയ്യോ ഏനോ നിയക്കായ കുട്ടികളെ എന്ത് കഷ്ടമുണ്ട്. ചായ പോട്ടെ, കഞ്ഞി എടുത്ത് വെച്ചിട്ട് കറുത്ത് കുടിച്ച കഞ്ഞി കുടിച്ചിട്ടേ ആ ഗുളി കഴിക്കും. ഗുളി കഴിച്ചിട്ട് നന്നായിട്ടെന്ന് പറഞ്ഞ് അപ്പൊ മാറും, എല്ലാ അസുഖം മാറും. നമുക്ക് ഇത് പറഞ്ഞിരുന്ന പോരാ. കറിഞ്ഞൂടെ എൻ്റെ അവസ്ഥ. എത്ര ദിവസമായി കഞ്ഞി പോയിട്ടുണ്ട മീനു? എത്ര ദിവസമായി? മീനു കഴിച്ച? നല്ല കുട്ടിയല്ല. ഈ ഗുളി കഴിച്ചിട്ടേ ഞാനേ ഫാനൊക്കെ തിരിച്ചു വെച്ചതാ. ഇതൊക്കെ നല്ല കാറ്റ് ഉണ്ടാക്കണം. നമ്മൾ പുഴവക്കത്തേക്ക് ഇരിക്കില്ലേ, അതുപോലത്തെ കാറ്റ് വേണം. കുറയും കേട്ടാ, കുറയും കുറയും. ആ വന്നാ വാ വാ വാ. ഇത് കുറയുണ്ട് കുറയുണ്ട്. ഇന്ന് ഇത് പേര് മുത്തു. ഇരിക്കും മുത്തു, വാ ഇരിക്കി. എവിടെ വീട്? കമ്പം. ആ മുമ്പൊരിക്കെ ഞാൻ എൻ്റെ മക്കളായിട്ട് വന്നിട്ടുണ്ടോ? മുന്തിരിയൊക്കെ പഴുത്ത് നിൽക്കുന്ന ഒരു സമയത്താ കൊണ്ട് വന്നത്. മുത്തു, ഞാൻ കുറെ സാധനങ്ങൾ തട്ടു. എടുത്തോ എടുത്തോ. വേണ്ട മുത്തു, കൊട്ടണ്ട മുത്തു. മുത്തു പറഞ്ഞില്ല കണ്ടാ. എന്റെ മോഹന്റെ പുസ്തകങ്ങളത് ഇങ്ങനെ കാണുമ്പോഴേ വല്ലാതെ നെഞ്ചു പൊട്ടു. അതുകൊണ്ടാ ഇതിവിടെ പൊട്ടിയിടുന്ന പറഞ്ഞത്. അങ്ങനെ തന്നെ കൊണ്ടുപോയാൽ പോരായിരുന്നു. ഇത് കണ്ട ഒരാളുടെ ചിത്രമല്ലേ? ആ എന്റെ മോനെ എനിക്കിത് കാണിച്ചു തന്നിട്ടുണ്ട് പണ്ട്. നോക്കിയേ, ഇവിടെ നിന്ന് നോക്കുമ്പോ ഒരാൾ ചിരിക്കലും, ഇത് തിരിച്ചു പിടിച്ച് നോക്കിയാലേ ഒരാൾ കരയണം. ഒരർത്ഥത്തില് എല്ലാരും ജീവിതം അങ്ങനെയൊക്കെ തന്നെ. ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോ സന്തോഷവും ആഹ്ലാദവും ഉന്മാദവും ഒക്കെ ആയിരിക്കും. മറ്റൊരു ഭാഗത്തുനിന്ന് നോക്കുമ്പോ എല്ലാ ജീവിതങ്ങളും ദുരന്തങ്ങളാണ്. എല്ലാ ജീവിതങ്ങളും ദുരന്തങ്ങളാണ്. ഇതാ എന്റെ മോൻ വരച്ച ചിത്രങ്ങളാണ്.
പൂക്കളുടെ ചിത്രങ്ങൾ കണ്ട എന്റെ മോൻ വരച്ച ചിത്രങ്ങളാ. വലിയ വലിയ ചിത്രകാരനാവുന്നു ഞങ്ങൾ എപ്പോഴും പറയും. പക്ഷേ പിന്നീട് എപ്പോഴോ അവന്റെ ചിത്രങ്ങളിൽ നിന്ന് ഈ പൂക്കളൊക്കെ കരിഞ്ഞുണങ്ങിപ്പോയി. നമ്മളെ കോവിഡൊക്കെ വന്നില്ലേ? കോവിഡ് വന്നപ്പോ സ്കൂളുകളൊക്കെ പൂട്ടിയിട്ടു. കുട്ടികള് പഠിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ നമ്മൾ ഫോൺ വാങ്ങിക്കൊടുത്തില്ലേ, ഓൺലൈൻ ക്ലാസ് കാണാനായിട്ട് ഇല്ലേ? പക്ഷെ നമ്മളെ പോലെ അല്ലാന്ന് കുട്ടികൾ അതിന് തുടങ്ങി ഏതോ കരയിലേക്കൊക്കെ പോയി. അവൻ അതിലും പിടുത്തനായിരുന്നില്ല. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിട്ടേ മെസ്സിയുടെ വീടിന്റെ അടുത്തുള്ള പുഴയുടെയൊക്കെ വീഡിയോ ഇട്ടില്ല അവൻ വന്നിട്ട് കൂട്ടുകാരായിട്ട് സൈക്കിളിന് വന്നിട്ടാ ആ വീഡിയോ ഒക്കെ പിടിച്ചത്. വലിയ വലിയ ബ്ലോഗർമാർ ചെയ്യണ പോലെ എന്റെ മോനും കുറെ വീഡിയോ ഒക്കെ പിടിച്ച് യൂട്യൂബിലൊക്കെ ഇട്ട് അത് വൈറലായി അയൽവക്കക്കാർ വന്നിട്ട് പറയാ അവനെ കുറ്റം പറയില്ലട്ടാ, അവനക്ക് അതിന് നല്ല ഭാവി ഉണ്ട്. ഞാൻ അവളും കൂടി എന്തൊക്കെ സ്വപ്നങ്ങളാ കണ്ടത്. അനിയത്തിക്കുട്ടിയുടെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് അവനെ സഹായിക്കാൻ അവനോരോ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ കൊടുക്കണ കാണുമ്പോ വലിയ പ്രൊഫഷണൽസ് ചെയ്യുന്ന പോലെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് അവന്റെ ജീവിതവും ഭാവിയൊക്കെ അതുമ്പോഴായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോ ടീച്ചർ വിളിച്ചിട്ട് പറയാ, ആകാശ് ഓൺലൈൻ ക്ലാസ്സിലൊന്നും കേറുന്നില്ല. 24 മണിക്കൂർ ഫോൺ കൊണ്ട് നടക്കണവൻ ഓൺലൈൻ ക്ലാസ്സിൽ കയറില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചടാ മോനെ നീ എന്താണ് ക്ലാസ്സിലൊന്നും കയറാത്ത? അവളെ വിളിച്ചു പറഞ്ഞു, എടാ നീയായിരിക്കണം വീട്ടിലുള്ളത്, പിന്നെ നിന്നോടാണല്ലോ അവൻ എപ്പോഴും അടുപ്പം കൂടുതൽ കാണിക്കുന്നത്. അപ്പൊ അവനെ വിളിച്ചിട്ടേ ക്ലാസ്സിൽ കയറാത്ത എന്തെങ്കിലും ചോദിച്ചു. ഇനിയിപ്പൊ വഴക്കും വെക്കാനൊന്നും വെക്കണ്ട. ടീച്ചറെ വിളിച്ചിട്ട് ടൈം ടേബിളൊക്കെ എഴുതി വെച്ചിട്ട് അവനെ വിളിച്ചിരുത്തി നീ കൂടി ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് കാണിക്കും. കുട്ടികളല്ലേ മറക്കും. അങ്ങനെ ക്ലാസ് കണ്ടു തുടങ്ങി. അതിന്റെ ഇടയിൽ ഫോണും കിട്ടി വീടിന്റെ മുകളിൽ ഒരു കയറ്റും. പിന്നെ ഒരു തരം ഒച്ചയും വെക്കണം, കൊല്ലടാ വെടി വെക്കടാ. ചോറിനൊക്കെ വിളിക്കുമ്പോ അവൻ പറയാ, ഏറ്റാ ഒരു ചിക്കൻ ഡിന്നർ അടിക്കാൻ പോകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. ചിക്കൻ ഡിന്നറ് എന്തുട്ട അവരുടെ ലോകം നമുക്കൊന്നും അറിയില്ലല്ല. അവനെ അന്നെയും അവളെ വിളിച്ചിരുത്തി ഗെയിമിന്റെ കഥയൊക്കെ പറഞ്ഞു തുടങ്ങി. ഈ പബ്ജി എന്ന് പറഞ്ഞ ഗെയിമിന്ന് അതിലവൻ ഒരുപാട് ലെവലൊക്കെ മുകളിലേക്ക് പോയി. ഭയങ്കര സ്പീഡാണ് അവർക്ക്. കൂട്ടുകാരൊക്കെ അവനെ ഒരുപാട് അഭിനന്ദിക്കും. കുറച്ച് അഭിമാനമൊക്കെ ഞങ്ങൾക്ക് തോന്നി. ഒരു ദിവസം കുഞ്ഞുമോള് ക്ലാസ് കാണാനായിട്ട് ഫോൺ ചോദിച്ചപ്പോഴല്ല അവൻ ഒരു തരം ഭ്രാന്തനെ പോലെ പെരുമാറുന്നു. അവളെ പിടിച്ച് തള്ളി ദൂരെ ഡെസ്കുമിൽ കിടക്കുന്ന വിരിയൊക്കെ വലിച്ചിട്ട് ടിവികളൊക്കെ കുറന്ന് വലിച്ചെറിഞ്ഞ് അടുക്കള കയറി പാത്രമൊക്കെ തല്ലി ഗ്ലാസ് ഒക്കെ എറിഞ്ഞു കൊടുക്കണ കണ്ടപ്പോ എനിക്കൊരു തരം പരാക്രമായി. ഈ ഭ്രാന്തന്മാരെ പോലെ നമ്മുടെ കയ്യിൽ കിടന്ന് വളർന്ന മോനല്ല അവൻ. അങ്ങേയറ്റത്തെ വർത്തമാനങ്ങളൊക്കെ എന്നോട് അവനോട് പറയാ. എനിക്കൊരു ദേഷ്യം വന്നപ്പോ തല്ലിയിട്ടൊന്നുമില്ല, ഞാൻ എന്തോ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഫോൺ നിർബന്ധിച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുറി കയറി വാതിലടച്ചപ്പോ എനിക്കെന്തൊരു പന്തികേട്. ഞാൻ പിന്നാലെ ഓടിച്ചെന്ന് തള്ളി തുറന്ന് നോക്കുമ്പോണ്ടല്ല വേഗം
എന്നിട്ട് അവനിങ്ങനെ സാരി കൊണ്ട് കുടുക്കിടുക. ഇരിക്കാണ്ട് പരാക്രമായിട്ട് ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു. എന്തിനാണ് മോനെ അച്ഛനെ പഠിപ്പിക്കാൻ ഓരോന്ന് ചെയ്യണം? അവനും സങ്കടായി എന്നെ കെട്ടിപ്പിടിച്ച് എഴുതി കരയാൻ. അച്ഛാ, എനിക്കൊരു ഭ്രാന്ത് പോലെ തോന്നുന്നു പറഞ്ഞിട്ട് അയ്യോ. അങ്ങനെ ഞാൻ പുസ്തക ഡോക്ടറെ വിളിച്ചു. നമ്മുടെ പുസ്തക ഡോക്ടറെ, മാഷേ ഡോക്ടറോട് നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരുമല്ലോ. അപ്പൊ ഡോക്ടർ പറയാ, വഴിയമ്പലത്ത് ആഴ്ച മാഷേ, വഴിയമ്പലത്ത് നമ്മൊന്നും പോയല്ല, അവിടെ ഒരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. ഞാൻ മോനെ വിളിച്ച് ആ കൗൺസിലിംഗ് സെന്ററിൽ ഒന്ന് പോയി അന്വേഷിക്കാന്ന് വിചാരിച്ചു. അവന് ചായ വെള്ളമൊക്കെ മേടിച്ചു കൊടുത്ത് കൗൺസിലിംഗ് സെന്ററിന്റെ അവിടെ എത്തിയപ്പോണ്ട് ഒരു ബോർഡ് വെച്ചിട്ട് അവരാണ് കുട്ടിയിട്ടൊക്കെ ഒരാഴ്ചക്ക് ശേഷം തുറക്കുള്ളത്. അപ്പൊ അതിന് താഴെ ഒരു നമ്പർ കാണുന്നുണ്ട്. ഞാൻ അതിന് കുട്ടി വിളിച്ച്, അപ്പൊ അവര് പറയാ 1-2 ആഴ്ച കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ. ഒരു മനസ്സമാധാനമൊക്കെ നഷ്ടപ്പെട്ട് കുടുംബത്ത് വന്നപ്പോഴാണ് അമ്മയും മോളും കൂടി ചേട്ടനെ പിടിച്ചിരുന്ന് കരയില്ല. എന്താണ് ആപത്തെന്ന് അറിയാണ്ട് ഞാൻ പരാക്രമം ചെന്നപ്പോ അവള് പറയാ, അവന്റെ കാലുകളിൽ ഒരു കുപ്പിച്ചില്ലുണ്ടെന്ന്. വലിയ കാര്യം കിട്ടില്ല, ചെറിയ പോറലുള്ള പക്ഷെ ചെറിയൊരു പോറല്. പക്ഷെ അവള് പുറത്ത് പറയാ, വല്ല പോയിസൺ കയറിയാലോ, ഇപ്പോഴത്തെ കാലല്ലേ, സൂക്ഷിച്ചാ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവനെ പൊക്കിയെടുത്ത് ഞാൻ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോയി. ഡോക്ടറെ അടുത്തൊക്കെ ഓട്ടോറിക്ഷ എത്തൂലേ, ഓട്ടോറിക്ഷ ഇറങ്ങാൻ നേരത്ത് അവന് കാല് താഴ്ത്തു കുത്താൻ പറ്റണ്ടായപ്പോ ഞാൻ അവനെടുത്തിട്ട് ഇങ്ങനെ തോളത്തിട്ട് കാല് താഴ്ത്തു വിട്ടു. മാത്രം വലിയ ചെക്കനായില്ലേ. അപ്പൊ അവൻ ചോദിക്കാം, അച്ഛനക്ക് നാടാവൂലേ, ഞങ്ങൾ ഇത്ര വലുതായില്ലെന്നൊക്കെ. ഞാൻ പറഞ്ഞു, മക്കൾ എത്ര വലുതായാലെന്താ, അച്ഛനമ്മക്കും അവര് കുഞ്ഞുങ്ങളല്ലേ, മക്കൾ എത്ര വലുതായാലെന്താ. നിനക്ക് എന്തറിയാം, എത്രയൊക്കെ പാതിരാക്ക് നിന്നെ തോളത്തിട്ട് ഞങ്ങൾ ഓടിയെങ്കില്. വീട്ടിൽ വന്നപ്പോഴേ ഒരു രോഗിയുടെ പരിചരണവും ഒക്കെ കിട്ടിയല്ല. അപ്പൊ ഒരു കൊഞ്ചലും ഭർത്താനൊക്കെ കൂടി അവർക്ക്, അച്ഛാ ഓറടിക്കുന്ന അച്ഛാ. അപ്പൊ അവള് പറഞ്ഞു, മനുഷ്യ ആ ഫോണൊന്നും കൊടുത്ത് കുറച്ചു നേരം നമുക്ക് കളിക്കട്ടെ. നിങ്ങളല്ലേ, വല്ലാണ്ടൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അങ്ങനെ കുറേശ്ശെ അവൻ ഫോണിലിങ്ങനെ അവന്റെ ലോകത്തേക്ക് ഇങ്ങനെ കയറി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം മോളും അവനും കൂടി പിടിയും വലിയായി. ചേട്ടാ പോണ്ട ചേട്ടാ, കുറച്ചു ഞാനൊന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഒറ്റ വെള്ളം കേൾക്കുണ്ടെന്ന് എനിക്ക് തലക്ക് ഒത്ര പെരുപ്പായി. ഞാൻ രണ്ടെണ്ണത്തിന് പഠിച്ചിട്ട് 2 തട്ടി, ഫോൺ പേടിച്ചിട്ട് 2 ആക്കും തരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇറങ്ങി പോന്നു. താഴെ നമ്മുടെ പ്രസാദില്ലേ, സെക്കൻഡ് ഭാഷ പ്രസാദേ, നമ്മൾ കവിതയൊക്കെ എഴുതണ പ്രസാദ് വന്നിട്ട് ഞങ്ങളിങ്ങനെ കവിതയും വർത്തമാനങ്ങളൊക്കെ ആയിട്ട് ചങ്ങാതിക്കൂട്ടം ഗ്രൂപ്പിൽ വന്ന ഒരു കവിതയായിരുന്നു അന്നത്തെ ചർച്ച. ജിനമാഷിന്റെ കവിതയാന്ന് തോന്നുന്നു. പലസ്തീനിലെ കുഞ്ഞുമക്കളുടെ സങ്കടവും അവര് ചോരയിൽ മുക്കിയ ചോക്ക് കൊണ്ട് ആകാശത്തിങ്ങനെ എഴുതുന്നതൊക്കെ പറഞ്ഞിട്ട് ഈ ലോകത്തിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരലർച്ച കേട്ട് ഞാൻ പ്രസാദത്തിൽ ഓടിച്ചെന്ന് നോക്കുമ്പോ ജനാധിപത്യ മോനിങ്ങനെ ഞാൻ എടുക്കാം. ഞാൻ പ്രസാദം കൂടി വാതിൽ തല്ലി പൊളിച്ച് അകത്ത് ചെല്ലും. പ്രസാദ് മോനിങ്ങനെ ജാതി കിടക്കണ്ട, ഒന്ന് കെട്ടടിക്കും പ്രസാദ്, ഒന്ന് കെട്ടടിക്കും.
പ്രസാദ് എന്റെ മോനെ കെട്ടഴിച്ച് എന്റെ മുന്നിൽ ഇങ്ങനെ കിടത്തിയപ്പോ അവന്റെ നെഞ്ചെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ശ്വാസമൊക്കെ നിലച്ചിട്ടുണ്ടായത്. പ്രസാദ് വണ്ടി വിളിക്കണം, എന്റെ മോൻ ആശുപത്രിക്കുണ്ടോ? പ്രസാദ് എന്റെ മോൻ ആശുപത്രിക്കുണ്ടോ? അയൽവക്കാരൻ കോടിക്കൂടി വണ്ടിയിൽ കെട്ടി കുളികളിൽ ആശുപത്രി കൊണ്ടുപോയി. കുറെ കഴിഞ്ഞപ്പോ പ്രസാദും സുബ്രഹ്മണ്യനൊക്കെ കൂടി എന്നെ തള്ളി വണ്ടി കെട്ടിട്ട് നീ പൊയ്ക്കോ, മോനെ കൊണ്ട് ഞങ്ങൾ വരാം. വേണ്ട പ്രസാദേ, ഞാൻ എന്റെ മോനെ കൊണ്ടേ പോകുള്ളൂ. പ്രസാദേ, ഞാൻ എന്റെ മോനെ കൊണ്ടേ പോകുള്ളൂ. കുന്തി തള്ളി എന്നെ ഒരു വീട്ടിലേക്ക്. കുറെ കഴിഞ്ഞപ്പോ തെക്കേപ്പുറത്തുകൂടെ ഒരു ആംബുലൻസ് വാങ്ങി വരുന്നു. പ്രസാദ്, എന്റെ മോൻ വരില്ല. ആൾക്കാർ എന്തിനാ എന്റെ വീട്ടുമുറ്റത്ത് ഇത്ര ആൾക്കാർ? എന്റെ മോൻ വരെ കണ്ടൊന്ന് മാറിക്കൊടുക്ക്. എന്റെ മോൻ വരെ കണ്ട ഒന്ന് മാറിക്കൊടുക്ക്. എന്റെ വീട്ടുമുറ്റത്ത് എന്റെ മോനെ ഇങ്ങനെ വെള്ളം വന്നിച്ച് കിടത്തിയപ്പോ മോനെ കണ്ടു തുറക്കടാ, അച്ഛനൊന്ന് നോക്കടാ. നിന്റെ ടീച്ചർമാരും കൂട്ടുകാരും വേണ്ട. ആകാശ മോനെ, നിന്റെ കൂട്ടുകാർ വേണ്ട. ഒന്ന് കണ്ടു തുറക്കടാ, നിന്റെ കൂട്ടുകാരൊന്ന് നോക്കടാ. മുത്തു, ഇതെല്ലാം എന്റെ മോന്റെ ഓർമ്മകളാ. ഇതിങ്ങനെ വീട്ടിലിരിക്കുമ്പോ ഓരോന്നിങ്ങനെ തള്ളിക്കയറി വരും. ഇത് കൊണ്ടുപോയിക്കോ. ഇതൊക്കെ എന്റെ മോന്റെ ഓർമ്മകളാ. ഇത് കൊണ്ടുപോയിക്കോ. ഇതൊക്കെ കൊണ്ടുപോയി എനിക്കൊന്നും തരണം മുത്തു. ഇതൊന്നും ഒഴിവാക്കി തന്നാ മതി. എന്റെ ഓർമ്മകൾ ഇങ്ങനെ എന്നിങ്ങനെ വല്ലാതെ നൊമ്പരപ്പെടുത്തണോണ്ടാവും മുത്തു. എന്റെ മോൻ വെച്ച് നടന്ന മണ്ണാത്. എന്റെ മോൻ വെച്ച് നടന്ന മണ്ണാത്. അവന്റെ കാൽപ്പാടുകൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണോണ്ടാ ഇല്ലാത്ത കാശ് മുടക്കി ഞാനിവിടെ ടൈല് വിരിച്ചത്. എങ്ങനെ മതില് കെട്ടിപ്പൊക്കിയാലും എങ്ങനെ അടച്ചു വെച്ചാലും ഓർമ്മകൾ ഇങ്ങനെ തെളിച്ചപ്പെട്ടു വരും. ഇതൊക്കെ കൊണ്ടുപോയിക്കോ മുത്തു. ഞാൻ മുത്തുനെ ഒരു മുട്ട തരട്ടെ, ഒരു മുട്ട കൂടി മുത്തു. എന്റെ മോൻ ലോകം ചുറ്റി കണ്ട സൈക്കിളതി. എന്റെ മോൻ ലോകം ചുറ്റി കണ്ട സൈക്കിളാണ് മുത്തു. ഞാനിത് തുറച്ചു തരട്ടെ മുത്തു, ഞാനിത് തുറച്ചു തരട്ടെ. ഇത് മുത്തു വിൽക്കണ്ട മുത്തു. മുത്തൊരു മോനുണ്ടാ, അവന് കൊടുക്കും.
കൊണ്ടുപോയിക്കോ, എല്ലാം കൊണ്ടുപോയിക്കോ മുത്തു, എല്ലാം കൊണ്ടുപോയിക്കോ. ഇത് ഞാൻ പുറത്തിറക്കി വെച്ചത് മുത്തു. മനുഷ്യ, നിങ്ങൾ അത് കൊടുത്ത നമ്മുടെ മോനെ നിങ്ങൾ പണിയിറക്കി വിടണം. ഒന്നോക്കുമ്പോ നന്നായി. എല്ലാം പോട്ടെ. ഈ ഓർമ്മകൾ കൊണ്ട് വീർപ്പ് പൊട്ടണം നിനക്ക് കൂടിയല്ലോ പോളാൻ. നിന്നെ എനിക്കൊന്ന് വീട്ടിൽ കിട്ടാനല്ലേ ഞാനിങ്ങനെ തേച്ച് മാറ്റി കളയുന്നതൊക്കെ. നമുക്ക് ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു കയറണ്ടേ? നമുക്ക് ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു കയറണ്ടേ? മീനു, ഞാനൊരു കഥ പറയട്ടെ മീനു. ഒരിക്കൽ മകൻ മരിച്ച ഒരമ്മ സ്വന്തം കുഞ്ഞിന്റെ ശവശരീരവും തോളിലിട്ട് ബുദ്ധനെ കാണാൻ ചെന്നു. ബുദ്ധനോട് പറഞ്ഞു, നിങ്ങൾ വലിയ ദൈവമല്ലേ, നിങ്ങൾ വലിയ മായാധാരക്കാരനല്ലേ, എന്റെ മരിച്ച കുഞ്ഞിനെ ഒന്ന് നിങ്ങൾ ജീവൻ വെപ്പിച്ച് തരുമോ? അപ്പൊ ബുദ്ധൻ പറഞ്ഞു, തരാം. ആരും മരിക്കാത്തൊരു വീട്ടിൽ നിന്ന് ഒരു മണി കടുകുമണി ശേഖരിച്ചു വന്ന നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ ജീവൻ വെപ്പിച്ചു തരാം. കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടുന്ന സന്തോഷത്തിൽ അമ്മ ആ കാണുന്ന വീടുകളൊക്കെ ഓടിച്ചെന്ന് മുട്ടി വിളിച്ചു. പക്ഷേ എല്ലാ വീട്ടിലും പ്രിയപ്പെട്ടവർ ആരെങ്കിലൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കടുകുമണി പോലും ശേഖരിക്കാതെ തിരിച്ചു വന്ന അമ്മയോട് ബുദ്ധൻ പറഞ്ഞു, മരിക്കും, എല്ലാവരും മരിക്കും. ജീവിച്ചിരിക്കുമ്പോ മറ്റുള്ളവർക്ക് ഓർക്കാനുള്ളത് എന്തെങ്കിലും നൽകി മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ വേണ്ടി ജീവിക്കുക എന്നതാണ് പ്രധാനം. മരിക്കാൻ എന്തെളുപ്പം? ജീവിക്കലാണ് പ്രധാനം. മീനു, നമ്മൾ തോണി തുഴഞ്ഞ് പോയത് ഓർമ്മയില്ലേ? രണ്ടു മക്കളെയും തോണിയിലിരുത്തി ആ പുഴയിലൂടെ തോണി തുഴഞ്ഞു പോകുമ്പോ ഓളങ്ങൾക്കിടയിലൂടെ പരൽമീനുകൾ തുള്ളിക്കളിക്കുന്നത് കണ്ട് അന്നാണ് അവൻ പുഴ വരച്ചത്. നമ്മുടെ ആകാശം ജീവനുള്ള പുഴ വരച്ചത്, ജീവനുള്ള പുഴയിൽ തുള്ളിക്കളിക്കുന്ന പരൽമീനെ വരച്ചത്. പരൽമീനുകൾക്ക് പുഴയിലെ മീനുകളെക്കാൾ തെളിച്ചമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴാണ് അവന്റെ ചിത്രങ്ങളിൽ നിന്നും പുഴയൊലിച്ചു പോയത്? അവന്റെ ചിത്രങ്ങളിൽ മീനുകൾ ചത്തുപൊങ്ങിയതെന്നാണ്. മക്കളെ, നിങ്ങൾ ജീവിക്കുക എന്നതാണ് ഞങ്ങൾക്ക് പ്രധാനം. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ ചത്തുപോണത് സഹിക്കാൻ പറ്റില്ല. മക്കളെ എടാ, ഫോൺ എടുത്ത് വെക്കടാ. അത് നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ, അത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോ മക്കളെ പിന്നെ നിങ്ങൾ തിരിച്ചു കയറുന്നുണ്ടാവൂല. നിങ്ങൾക്ക് അതിന്റെ വലന്ന് പൊട്ടിച്ചു പോരാൻ പറ്റില്ല മക്കളെ. അങ്ങനെ നെഞ്ചുപൊട്ടൽ തുടങ്ങിയപ്പോ എന്തെങ്കിലും ഒന്ന് കുത്തി കുറിക്കണമെന്ന് തോന്നി. എന്റെ മകന്റെ ഗതി മറ്റൊരു കുഞ്ഞിനുണ്ടാത്. എന്റെ നിന്റെയും അവസ്ഥ മറ്റൊരു അച്ഛനമ്മയ്ക്ക് ഉണ്ടാകരുത്. അങ്ങനെ
ഉള്ളിൽ തിളച്ചു മറിയണതൊക്കെ ഞാൻ എഴുതാൻ തുടങ്ങി. ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു പാഠപുസ്തകമാക്കി ഞാൻ എൻ്റെ മകനെ അക്ഷരങ്ങളിലൂടെ ജീവിപ്പിച്ചു. മരിച്ചുപോയ എൻ്റെ മകനെ ജന്മങ്ങൾക്കപ്പുറത്തേക്ക് ഞാൻ അക്ഷരങ്ങൾ കൊണ്ട് ജീവൻ കൊടുത്തു. അവന്റെ ഓർമ്മകൾ മറ്റുള്ളവർക്കൊരു പാഠപുസ്തകമാകാൻ ഞാൻ എഴുതാൻ തുടങ്ങി. ഉള്ളിൽ തിളച്ചു മറിയണതൊക്കെ ഞാൻ ഇങ്ങനെ കുത്തിക്കുടിക്കാൻ തുടങ്ങി.